ഒരു വടി ബദാം വൃക്ഷത്തിന്റെ ഒരു കമ്പ് വെട്ടി ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിന്റെ അകത്ത്, അല്ലെങ്കിൽ ദൈവം മഹത്ത് ഇറങ്ങുന്ന ഇടത്ത് കൊണ്ടുവച്ചു. ഒരു വൃക്ഷം വളരാൻ, ഒരു ചെടി വളരാൻ നമ്മുടെ നാട്ടിൽ ഇൻഡോർ പ്ലാന്റ് ഉണ്ട്, ഔട്ട്ഡോർ പ്ലാന്റ് ഉണ്ട്. ഇതിന് വലിയ സൂര്യപ്രകാശം ഇല്ലേലും അത്യാവശ്യം വെട്ടത്തിൽ ഇത് വളരും. പക്ഷേ ഔട്ട്ഡോർ പ്ലാന്റിനെ ഇൻഡോറിൽ കൊണ്ടുവച്ചാൽ പിടിക്കുകയില്ല. ഇപ്പൊ കമ്പിരിക്കുന്നത് ഇൻഡോറിലാ, പക്ഷെ ഇത് ഔട്ട്ഡോർ പ്ലാന്റാ. ബദാം ഔട്ട്ഡോർ പ്ലാന്റാ. ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി തളർത്തു. ബദാം ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. വെയിലില്ലാതെ, വെള്ളമില്ലാതെ, മണ്ണിന്റെ അംശമില്ലാതെ അത് തളിർത്ത് പൂത്തെങ്കിൽ 5 കൊല്ലം കൊണ്ട് നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. ഒറ്റ രാത്രി കൊണ്ട്. ഈ ഞാൻ എപ്പോഴും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ദ പ്രസൻസ് ഓഫ് ഗോഡ് വിൽ മെയിൻറ്റെയിൻ എവറിത്തിങ്. ഒരു വൃക്ഷം വളരാൻ മണ്ണ് വേണം, വെള്ളം വേണം, സൂര്യപ്രകാശം വേണം, അതിനെ പ്രോപ്പറായിട്ട് എവിടെയെങ്കിലും നട്ടുവയ്ക്കണം, അതിനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും വേണം. പക്ഷെ എപ്പോഴും മനസ്സിലാക്കണം, ഈ ബദാം വൃക്ഷത്തിന്റെ കമ്പിരിക്കുന്നത് വെല്ലെടുത്തുമല്ല. വെല്ലെടുത്തു ഇരിക്കുന്നതിന്റെ ഭാവി എന്താകുമെന്ന് ഒരു പിടുത്തവും ഇല്ല. പക്ഷെ പ്രസൻസ് ഓഫ് ഗോഡിൽ ഇരുന്നാൽ, ഇത് ദൈവ മഹത്ത് ഇറങ്ങുന്ന, ദൈവ സാന്നിധ്യം ഇറങ്ങുന്നിടത്താണ് ഇത് ഇരിക്കുന്നത്. The presence of God will maintain it everything. നിങ്ങൾക്ക് എന്തൊക്കെ ന്യൂനതകളുണ്ടെങ്കിലും, നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകേടുകളുണ്ടെങ്കിലും, നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും, ഈ കഴിവുകേടുകളും ഈ പ്രശ്നങ്ങളും ഈ പ്രോബ്ലംസ് എല്ലാം പ്രസൻസിനകത്ത് എൻ്റർ ചെയ്യുമ്പോൾ കർത്താവ് വാഷ് ഔട്ട് ചെയ്ത് കളയും. നിങ്ങളെ സ്പിരിറ്റുള്ളത്തിൽ കർത്താവ് സെറ്റാക്കും. ഇതകത്തായിരിക്കുന്നേ. ഒരു വൃക്ഷത്തിനകത്ത് ഇല ഉണ്ടാകണമെങ്കിൽ മണ്ണ് വേണം, മണ്ണ് വേണം, വെള്ളം വേണം, സൂര്യപ്രകാശം വേണം, അതിന് അനുകൂലമായ എല്ലാ സാഹചര്യവും വേണം. എന്നാൽ തമ്പുരാൻ തെളിയിച്ചു, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തതാണെങ്കിൽ, ദൈവം തെരഞ്ഞെടുത്തവന്റെ വഴി ഒറ്റ രാത്രി കൊണ്ട് സാഹചര്യങ്ങൾ മുഴുവൻ എതിരായിരിക്കുമ്പോൾ ഔട്ട്ഡോർ പ്ലാന്റ് ഇൻഡോറിൽ വളരുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് വേരുണ്ടാകുകയാണ്, ഇലയുണ്ടാകുകയാണ്, പൂക്കളുണ്ടാകുകയാണ്. ദൈവത്തിന്റെ സമയം വരുമ്പോൾ, ദൈവത്തിന്റെ കൃത്യമായ ടൈം വരുമ്പോൾ നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ ചിന്തയിലോ അല്ല പിന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യപ്പെടുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ദൈവം നമുക്ക് വേണ്ടി സഞ്ചരിക്കും.